ഫിലിപ്പിൻ്റെ സുവിശേഷം, പീലിപ്പോസിൻ്റെ സുവിശേഷം. പീലിപ്പോസ് സുവിശേഷം എഴുതിയിട്ടല്ല, പീലിപ്പോസിൻ്റെ പേരിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, ആരോപിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഓ, നിങ്ങൾ ആദ്യം എഴുതി കഴിയട്ടെ, എന്നിട്ട് പറയുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കില്ല. എഴുതിയോ? എഴുതി കഴിയട്ടെ. എഴുതി കഴിഞ്ഞെങ്കിൽ പറയണം. കഴിഞ്ഞോ? എല്ലാവരും എഴുതിയില്ലേ? ഇല്ല. കഴിഞ്ഞിട്ട് മതി. പറയാം. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ കുറേ പേര് എഴുത്തിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ പറയുന്നത് ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് എഴുത്ത് കഴിയട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. എല്ലാവരും കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞല്ലോ. ഞാനത് ക്ലോസ് ചെയ്യാൻ പോവാം. സഹോദരൻ ഇത് ക്ലോസ് ചെയ്തോ. ഇനി നമുക്ക് ഉടനടി ഒന്നും ആവശ്യമില്ല, ക്ലോസ് ചെയ്തോ കേട്ടോ. ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഇനി ആവശ്യമുള്ളൂ. ക്ലോസ് ചെയ്തോ. ലൈറ്റൊക്കെ ഇട്ടോ വേണമെങ്കിൽ കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോക്രിഫ. എന്താണ് അപ്പോക്രിഫ? ഞാൻ പോയിന്റായിട്ട് പറയാം, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. 1, പുതിയ നിയമ പുസ്തകങ്ങളെ അനുകരിച്ചെഴുതിയതാണ്. ഓക്കെ. 2, പിൽക്കാലത്ത് എഴുതിയതാണ്. പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും 1-ാം നൂറ്റാണ്ടിൽ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. 3, ഇതിൻ്റെ ഗ്രന്ഥകർത്താക്കൾ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പേര് കൊടുത്തിരിക്കുന്നതെല്ലാം അപ്പസ്തോലന്മാരുടെയോ അല്ലെങ്കിൽ പ്രസിദ്ധരായ വ്യക്തികളുടെയോ പേരിലാണ്. അപ്പം അവരൊക്കെ മരിച്ചതിന് ശേഷം അവരുടെ പേരിൽ ഇറങ്ങിയ പുസ്തകമാണ് അതേ പറയണത്. മനസ്സിലായല്ലോ? യെസ്. യോഹന്നാസ്ലിയൊക്കെ മരിച്ചുപോയി, പക്ഷേ യോഹന്നാസ്ലിയുടെ പേരിൽ പുസ്തകം ഇറങ്ങാണ്. അപ്പോൾ എഴുതിയത് പിൽക്കാലത്താണ്. പലതിലും ഉള്ളത് അതിശയോക്തി കലർന്ന കഥകളാണ്. പലതിലും, എല്ലാത്തിലും അല്ല, പലതിലും. ചിലതിൽ തെറ്റായ പഠനങ്ങളും ഉണ്ട്. ഇത്രയും മനസ്സിലായല്ലോ? ഓ, ചിലതിലെങ്കിലും തെറ്റായ പഠനങ്ങളുണ്ട്, തെറ്റായ പഠനങ്ങൾ. ചിലതിൽ അതിശയോക്തി കലർന്ന കഥകളുണ്ട്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറാണ്. ഉദാഹരണങ്ങൾ പറയാം. ഓക്കെ. യെസ്. ഇനി ചില കാര്യങ്ങൾ സഭ സ്വീകരിച്ചിട്ടുണ്ട്. ഇവയിലുള്ള ചില കാര്യങ്ങൾ ഉദാഹരണം പറയാം. സഭ സ്വീകരിച്ച കാര്യങ്ങൾ. ഓക്കെ. ഏതാണ് സഭ സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം? സുവിശേഷങ്ങൾക്ക് എതിരല്ലാത്ത കാര്യങ്ങൾ സഭ സ്വീകരിച്ചിട്ടുണ്ട്. സുവിശേഷങ്ങൾക്ക് എതിരല്ലെങ്കിൽ സ്വീകരിക്കാം. ഉദാഹരണം, മാതാവിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പേരെന്താ? ജോവാക്കിം, അന്ന. ഈ 2 പേരുകൾ എവിടുന്ന കിട്ടുന്നത്? ഇത് ബൈബിളിൽ പറയുന്നില്ല. ഇത് നമുക്ക് പേരുകൾ കിട്ടുന്നത് ഇതുപോലെ അപ്രമാണിക ഗ്രന്ഥത്തിൽ നിന്നാണ്. യാക്കോബിൻ്റെ ആദ്യ സുവിശേഷം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. യാക്കോബ് സുവിശേഷം എഴുതിയിട്ടുണ്ടോ? ഇല്ല. യാക്കോബിൻ്റെ പേരിൽ ആരോപിച്ചിരിക്കുകയാണ്. യാക്കോബ് എഴുതിയെന്ന് ആരോപിക്കപ്പെട്ടതാണ്. ആട്രിബ്യൂട്ടഡ് ടു ജെയിംസ്, നോട്ട് റിട്ടൺ ബൈ ജെയിംസ്. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. യെസ്. പിൽക്കാലത്ത് എഴുതിയതാണ്. ഇപ്പോൾ അവിടെ പറയുന്നുണ്ട് മാതാവിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പേര് ജോവാക്കി അന്നയാണെന്ന്. ആ പുസ്തകത്തിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? ഔസേപ്പിതാവ് മാതാവിനെ വിവാഹം കഴിക്കാനായിട്ട് വന്നപ്പോൾ ഔസേപ്പിതാവിനെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എല്ലാവരുടെ കയ്യിലും ലില്ലി അല്ലേ വടി കൊടുത്തു, ഔസേപ്പിതാവിൻ്റെ മാത്രം തളർത്തു പൂവിട്ടു.
അതാണ് ഇപ്പം നമ്മൾ ഔസപിതാവിൻ്റെ സ്റ്റാച്യുവും രൂപവും ചിത്രമൊക്കെ വരയ്ക്കുമ്പോഴും പണിയുമ്പോഴും ഒക്കെ ആ ലില്ലി പൂവായിട്ട് നിൽക്കും. ഔസപിതാവിൻ്റെ ലില്ലി എഴുന്നള്ളിപ്പൊക്കെ ഉണ്ട് അല്ലേ? മനസ്സിലായില്ലേ? പുറകെ കിടക്കുന്ന കഥ എവിടെ നിന്ന് വരുന്നതാണ്? ഈ യാക്കോബിൻ്റെ ആദ്യ സുവിശേഷം എന്ന് പറയുന്ന കഥയിൽ നിന്ന് വരുന്നതാണ്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ സഭയുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്വീകരിക്കുന്നതിൽ വല്ല തെറ്റായ പ്രശ്നമുണ്ടോ? ഇതിൽ വല്ല തെറ്റുകളുണ്ടോ? തെറ്റില്ലാത്ത കാര്യങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോയെ കുന്തം കൊണ്ട് കുത്തിയ ഒരു പടയാളി അല്ലേ? അത് ബൈബിളിലുണ്ട്, സുവിശേഷത്തിലുണ്ട്. പക്ഷെ അയാളുടെ പേരുണ്ടോ? പേരില്ല. അയാളുടെ പേര് ഇതുപോലെ അപ്രമാണിക ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടുന്നതാണ്. എന്താണ്? ലൊങ്കീനോസ് എന്നാണ് ആളുടെ പേര്. ഓക്കെ, അല്ല, ലൊങ്കീനോസ് യാക്കോബിൻ്റെ പുസ്തകത്തിലല്ല. ലൊങ്കീനോസ് പറയുന്ന ആക്ട്സ് ഓഫ് പൈലറ്റ് എന്ന് പറയുന്നത് പീലാത്തോസിൻ്റെ നടപടി എന്ന് പറയുന്ന, പീലാത്തോസ് നടപടി പുസ്തകം ഒന്നും എഴുതിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളുടെ കളക്ഷൻ ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടും, താല്പര്യം ഉണ്ടെങ്കിൽ. ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. 5-8 പുസ്തകങ്ങളുടെ ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്ക് ആക്കിയത് നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ ജോസ് മാണിപ്പറമ്പിലച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. രഹസ്യ സുവിശേഷങ്ങൾ എന്ന പേരിൽ ആ പുസ്തകം വാങ്ങാൻ കിട്ടും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ദയവായി നിങ്ങൾ അപ്പോക്രിഫോ വായിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള പഠനം വായിക്കണം, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു പോകും. അതായത് പറയണേ. ഓക്കെ. മുസ്ലിംസിൻ്റെ ഖുറാനിൽ അപ്പോക്രിഫയിൽ നിന്നുള്ള കഥകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായൊരു കഥയാണ്, ഉണ്ണീശോ ഇങ്ങനെ മണ്ണ് കൊണ്ട് കിളികളെ ഉണ്ടാക്കി, പക്ഷികളെ. എന്നിട്ട് ഉണ്ണീശോ ഊതിയപ്പോൾ ഇതൊക്കെ ജീവൻ വെച്ച് പറന്നു. ഈ കഥ ഖുറാനിലുണ്ട്. ഖുറാൻ ഇത് എവിടെ നിന്ന് കിട്ടി? ഗോസ്പൽ ഓഫ് ബർണബാസ് എന്ന് പറയുന്ന അപ്പോക്രിഫയിൽ നിന്ന് കിട്ടിയതാണ്. മനസ്സിലായോ? അപ്പം അപ്പോക്രിഫ എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതല്ല. ഇത് ബൈബിളിൻ്റെ ഭാഗമല്ല, ബൈബിളിനെ അനുകരിച്ച് എഴുതിയതാണ്. അതുകൊണ്ട് ഇതിൽ പറയുന്ന കഥകൾ അതേപടി സ്വീകരിക്കേണ്ട കാര്യം ഇല്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അപ്പോക്രിഫി അല്ല, വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കരുത്. വിശുദ്ധ ഗ്രന്ഥത്തിന് എതിരല്ലാത്ത ചേർന്ന് പോകുന്ന കാര്യങ്ങൾ സ്വീകരിക്കാം. ഇത്രയും ക്ലിയറാണ്? യെസ്. അപ്പോൾ അപ്പോക്രിഫയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്തിനാണ് പഠിക്കുന്നത്? ആദിമസഭയുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ടാണ് പഠിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ പറയുന്നുണ്ട്. പറയണോ? നെഗറ്റീവ് കേൾക്കാൻ താല്പര്യമുണ്ട്? ശരി, കുഴപ്പമില്ല. മറിയത്തിൻ്റെ സുവിശേഷം അങ്ങനെ ഒരു സുവിശേഷം ഉണ്ട്. മറിയം എന്ന് പറയുന്നത് മാതാവല്ല, ഇവിടെ മേരി മഗ്ദലന മറിയാണ്. ഓക്കെ. ഫിലിപ്പോസിൻ്റെ സുവിശേഷം. ഈ 2 സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച് ഫിലിപ്പോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നൊരു ടെക്സ്റ്റ് എങ്ങനെയാണ്? നെഗറ്റീവ് പറയാൻ പറഞ്ഞിട്ടാണ് പറയണത്, അത് കേട്ടിട്ട് പിന്നെ ടെൻഷൻ അടിക്കരുത്. ഈശോ അവളുടെ ഡാഷ് ചുംബിക്കാറുണ്ടായിരുന്നു. എന്താണ് ഡാഷ്? ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതി. ഇതെല്ലാം കയ്യെഴുത്ത് പ്രതികളാണ്. ഇന്നത്തെ കാലഘട്ടം വെച്ച് ചിന്തിക്കരുത്. പ്രിൻ്റർ, കമ്പ്യൂട്ടർ, പേന ഒന്നുമില്ല. ഓക്കെ. തുകൽ ചുരുളുകളിൽ കൊത്തി വെച്ചിരിക്കുകയാണ്. കുത്തി എഴുതിയിട്ടുള്ളതാണ് അന്നത്തെ എഴുത്തൊക്കെ. മനസ്സിലായല്ലോ? ഈ തുകൽ ചുരുളുകൾ ഈ അടുത്ത കാലത്ത് 1968 ഈജിപ്തിലെ നാഗ് ഹമദി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് ഏതാണ്? നാഗ് ഹമദി. അവിടെ നിന്ന് ഒരു ഇസ്ലാമായ ഒരു ആട്ടിടയൻ ആടിനെ മേയ്ക്കാനായിട്ട് പോയി. ഓക്കെ. ചരിത്രത്തിൽ സംഭവിച്ച കാര്യം പറയണേ. അയാളിങ്ങനെ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അയാളിങ്ങനെ ബോറടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ആളിങ്ങനെ കുറേ കല്ലുകൾ എടുത്ത് പെറുക്കി ഇങ്ങനെ വെറുതെ എറിയില്ല നമ്മൾ ബോറടിച്ചിട്ട്, അതുപോലെ ഇയാളിങ്ങനെ എറിഞ്ഞു. ഒരു കല്ല് എവിടെയോ ചെന്ന് പതിച്ചപ്പോൾ ഒരു പ്രത്യേക സ്വരം കേട്ടു. അപ്പോൾ അയാളിത് എന്തൊരു സ്വരം? അപ്പോൾ അവിടേക്ക് വീണ്ടും എറിഞ്ഞു. അപ്പോൾ വീണ്ടും ആ സ്വരം കേട്ടു. അപ്പോൾ അയാൾ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഒരു വലിയ ജാറാണ്, വലിയ കുടം പോലെ ഒരു സാധനം. അപ്പോൾ അയാൾ വല്ല നിധിയായിരിക്കും അതിൻ്റെ ഉള്ളിലെന്ന് വിചാരിച്ചിട്ട് കൈയിട്ട് നോക്കിയപ്പോൾ അയാൾക്ക് കിട്ടിയത് കുറേ തുകൽ ചുരുളുകളാണ്. ഓക്കെ. ഈ മനുഷ്യൻ ഈ തുകൽ ചുരുളുകൾ എടുത്ത് അയാൾ വീട്ടിൽ കത്തിക്കാമെന്ന് വിചാരിച്ചു, വിറകായിട്ട് ഉപയോഗിക്കാം.
അയാളങ്ങ് വീട്ടിൽ കൊണ്ടുപോയി ഇട്ടു. ഇയാളുടെ അമ്മ, രണ്ടുപേർക്കും വിവര വിദ്യാഭ്യാസമില്ല, മനസ്സിലായല്ലോ. അമ്മ എടുത്ത് അത് കത്തിക്കാൻ തുടങ്ങി. മുഴുവൻ അങ്ങോട്ട് കത്തുന്നില്ല, അപ്പോൾ പുറത്തേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞു. മനസ്സിലായല്ലോ, ഇതിൻ്റെ ചരിത്രമായി പറയുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് തോന്നി ഇത് തുകലായതുകൊണ്ട് തുകൽ വിലയ്ക്ക് മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കാമെന്ന് വിചാരിച്ചു. തുകലല്ലേ, ഓക്കെ. അങ്ങനെ ഒരു മാർക്കറ്റ് കൊണ്ടുപോയി. അപ്പോൾ ഈ പ്രാചീന ഭാഷകളിലുള്ള ലിറ്ററേച്ചർ പഠിക്കുന്ന വലിയ പണ്ഡിതരായ മനുഷ്യരുണ്ട്. അവർ ഇങ്ങനെ ഈജിപ്ത്, പാലസ്തീന, സകല സ്ഥലത്തും കറങ്ങി നടക്കുന്ന മനുഷ്യരാണ്, മനസ്സിലായല്ലോ. അവരുടെ പണി ഇത് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു പണ്ഡിതനായ മനുഷ്യൻ മാർക്കറ്റ് കൂടെ നടക്കുമ്പോണ്ട് ഈ സാധനം ഇരിക്കുന്നു. അയാൾ എടുത്തു നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് പഴയ കാലത്ത് എഴുതപ്പെട്ട വലിയ പ്രഷ്യസായ ഒരു സംരംഭം, കോപ്റ്റിക് ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ്. കോപ്റ്റിക്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈജിപ്തൊക്കെ ആദ്യ കാലങ്ങളിൽ, ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികളുടെ രാജ്യമായിരുന്നു, മനസ്സിലായോ. ഞാൻ വർഗീയത പറയല്ല. മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് എല്ലാം അതായിരുന്നു സത്യത്തിൽ ക്രിസ്ത്യൻ കേന്ദ്രങ്ങൾ. നമ്മളൊന്നല്ല, നമ്മളുണ്ട്, മാർത്തോമാ ക്രിസ്ത്യാനികളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ക്രിസ്ത്യൻ കേന്ദ്രങ്ങളായിരുന്നു ഇറാഖ്, ഇറാൻ, സിറിയ, ലെബനൻ, ഈജിപ്റ്റ് എല്ലാം ക്രിസ്ത്യൻ കൺട്രീസാണ്. ഈ നമ്മുടെ എർദോഗൻ്റെ സ്ഥലം, ടർക്കി, എല്ലാം ക്രിസ്ത്യൻ കേന്ദ്രങ്ങളാണ്. മനസ്സിലായോ പറയുന്നത്? ബൈബിളിൽ പറയുന്ന പൗലോസ്ലീഹയുടെ പ്രേക്ഷിത യാത്രകൾ കുറേ നടന്നിട്ടുള്ളത് ഇറാഖിലും ടർക്കിയിലുമാണ്. ആദ്യകാല എക്യുമെനിക്കൽ കൗൺസിലുകളെല്ലാം നടന്നിരിക്കുന്ന ഈ സ്ഥലങ്ങളിലാണ്. ഇന്നെല്ലാം ഇവരുടെ കയ്യിലാണ്. പക്ഷെ സത്യം അതാണ്. അപ്പോൾ ഈജിപ്തിൽ ഒരു കാലഘട്ടത്തിൽ കോപ്റ്റിക് ഭാഷയിൽ ബൈബിളുണ്ട്, അതുപോലെ ഈ പുസ്തകങ്ങൾ ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട്. ആൻഷ്യൻ്റ് ലിറ്ററേച്ചറാണ് അത്. ഈ പണ്ഡിതനായ മനുഷ്യന് മനസ്സിലായി ഇത് അങ്ങനെ ഒരു ആൻഷ്യൻ്റ് ലിറ്ററേച്ചറാണെന്ന് മനസ്സിലായി. ഇയാൾ പറഞ്ഞു ഇത് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞാൽ അയാൾ വാങ്ങിച്ചെടുത്തു. അയാൾ എന്നിട്ട് കൊണ്ടുപോയി ജെറുസലേമിൽ കൊണ്ടുപോയി പഠിച്ചപ്പം മനസ്സിലായി കോപ്റ്റിക് ഭാഷ അറിയുന്നവർക്കല്ലേ ഇത് പെട്ടുള്ളൂ. അപ്പോൾ കുറേ ഇതുപോലെ കത്തിപ്പോയി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പുസ്തകം മനസ്സിലാക്കണ പോലെ മനസ്സിലാക്കരുത്. എങ്ങനെയാണ് ചുരുളുകൾ, എങ്ങനെയാണ്? ഇപ്പോൾ ഇത് ചുരുളാണെന്ന് വിചാരിക്കുക. ചുരുളാണ് അല്ലേ, ചുരുള്, ഓക്കെ. ഇങ്ങനെയല്ല, ഇങ്ങനെ കുറേ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ഹോള്, ഒരു ഓട്ട വീണ് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? തുറന്നു കഴിയുമ്പോൾ മൊത്തം അവിടെ ഓരോ ഇത് പോയിണ്ടാവും. മനസ്സിലായല്ലോ? ചുരുളാണ്, ഓക്കെ. അപ്പോൾ ഈ ചുരുള് ഈ മനുഷ്യൻ, ഈ അമ്മ കത്തിച്ചു. കുറച്ച് മുസ്ലിംസ് ആണ് ചെയ്തത്. അഹമ്മദ് എന്നോ മറ്റോ ആണ് ഇയാളുടെ പേര്. ഇയാളുടെ അമ്മ, ഇവരെ കുറ്റം പറഞ്ഞില്ല, ഇവർക്ക് അറിവില്ല, അതുകൊണ്ട് ചെയ്തതാണ്, അല്ലാതെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതെന്നല്ല. അപ്പോൾ കുറേ ഭാഗം കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കത്തിപ്പോയ ഒരു സംഭവമാണ് ഈ അപ്പോക്രിഫൽ ഗോസ്പൽ ഓഫ് ഫിലിപ്പ്. മനസ്സിലായോ? അപ്പോൾ അത് പിന്നെ അവർ പഠിക്കാൻ തുടങ്ങി. പണ്ഡിതന്മാർക്ക് ഇത് കയ്യിൽ കിട്ടി പിന്നെ ഒന്നും അവർ നഷ്ടപ്പെടുത്തില്ല അല്ലേ. എല്ലാം പോയത് പോയി, ബാക്കിയെല്ലാം അവരിങ്ങനെ വായിച്ച് പഠിച്ച് എല്ലാം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലുള്ളൊരു വാചകമാണ് എന്ത്? ജീസസ് യൂസ് ടു കീസ് ഓൺ ഹെയർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഹോള് വീണ സ്ഥലമാണ്, പൊത്ത് കത്തിപ്പോയതാ. മനസ്സിലായോ പറയുന്നത്? യെസ്. അപ്പം എവിടെ ചുംബിച്ചിരുന്നു എന്നുള്ളതാണ് പറയണമെന്ന് ആകെ ചർച്ചയായി, തർക്കമായി, ടെൻഷനായി. അപ്പോൾ പിന്നെ ഓരോരുത്തർ അവരുടെ ഇമാജിനേഷൻ വെച്ച് പറയാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ചിലർ പറഞ്ഞു നെറ്റിയിലാണ്, ചിലർ പറഞ്ഞു കവിളാണ്. ഓരോരുത്തരും ഇഷ്ടമുള്ളത് പറയാലോ. സാധനം കത്തിപ്പോയില്ലേ? പിന്നെ തമ്പുരാൻ്റെ കൃപയാൽ അത് കത്തിച്ചത് ക്രിസ്ത്യാനികളല്ല, അല്ലെങ്കിൽ സഭ കത്തിച്ചു എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? കത്തിച്ചത് ആരാ? മുസ്ലിംസാണ്. അറിവില്ലായ്മ കൊണ്ട് ചെയ്തത്. ചരിത്രമാണ്, ഇതെല്ലാവർക്കും അറിയാം. നിങ്ങൾ വെറുതെ നെറ്റിൽ നാഗ് ഹമദി ലിറ്ററേച്ചർ എന്നടിച്ച സാധനം കൊണ്ട് വരും, ഹിസ്റ്ററി മുഴുവൻ വരും. നാഗ് ഹമദി, NAGHAMMADI, ഒരു സ്ഥലത്തിൻ്റെ പേരാണ് നാഗ് ഹമദി. അവിടെ നിന്നാണ് ഇത് കണ്ടെടുക്കപ്പെട്ടത്. നാഗ് ഹമദി ലിറ്ററേച്ചർ 1968. നാഗ് ഹമദി, HAMMADI, നാഗ് ഹമദി ലിറ്ററേച്ചർ. അപ്പോൾ അതിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ചുവട് വെച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് എവിടെ വരെ എത്തി നിന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഇത് എഴുതിയത് നോസ്റ്റിക്സ് ആണ്. നോസ്റ്റിസിസം, ജ്ഞാനവാദം എന്ന് പറഞ്ഞ ഒരു പാഷണ്ഡതി ഉണ്ടായിരുന്നു. ജ്ഞാനവാദം കേട്ടിട്ടുണ്ടാവും. അപ്പം ജ്ഞാനവാദക്കാരെഴുതിയതാണ്. അവരെ സംബന്ധിച്ച് എന്താണ് രക്ഷ എന്ന് ചോദിച്ചാൽ, രക്ഷ എന്ന് പറയുന്നത് ജ്ഞാനം നേടുന്നതാണ് രക്ഷ. അപ്പോൾ ഇവിടെ മേരി മാഗ്ദലനും ജീസസും ഒന്നും അല്ല ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ആരാണ്? മേരി മാഗ്ദലൻ സ്റ്റാൻഡ്സ് ഫോർ വിസ്ഡം. ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ട് മേരി മാഗ്ദലനെ അവതരിപ്പിച്ചിരിക്കുകയാണ്.
ഈശോ ആരാണ്? ജ്ഞാനം അന്വേഷിക്കുന്ന ആളാണ്. ഇമേജറിയാണിത്, യഥാർത്ഥ സംഭവിച്ച കാര്യമൊന്നല്ല ഈ പറയണേ. അപ്പം ജ്ഞാനത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ ജ്ഞാനത്തെ കാണുമ്പോൾ അതിനെ സ്വീകരിക്കുന്നു. ഇതാണ് ഇതിലെ തീം. ഇത് പഠിച്ച എല്ലാ പണ്ഡിതരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇത് പഠിക്കണേ, യഹൂദരും പഠിക്കുന്നുണ്ട്, എല്ലാ മതസ്ഥരും പഠിക്കും. സ്കോളേഴ്സിൻ്റെ തലത്തിൽ നടക്കുന്നൊരു കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പക്ഷേ ഇത് വിറ്റ് കാശാക്കണമെന്ന് ആഗ്രഹമുള്ളവനെ എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ ഡാൻ ബ്രൗൺ എന്ന് പറയുന്ന ആൾ ചെയ്തത്. ഡാൻ ബ്രൗൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡാൻ ബ്രൗൺ എന്താണ്, അദ്ദേഹം പുസ്തകം എഴുതി, നോവൽ എഴുതി, അത് സിനിമയായിട്ട് പ്രസിദ്ധീകരിച്ചു. ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതി, അത് സിനിമയാക്കി. പിന്നെ അതിൽ അയാൾ എന്തു പറഞ്ഞു? അയാൾ പറഞ്ഞു മേരി മാഗ്ദലൻ ഈശോയും കാമുകന്മാരാണ്. ഈശോ മേരി മാഗ്ദലനെ ചുംബിക്കാറുണ്ടായിരുന്നു, അത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കോട്ട് ചെയ്തു. സംഭവം എവിടെ വരെ എത്തിയെന്ന് നോക്കി നിങ്ങൾ. 6-ാം തിരുമറിവിൻ്റെ തീം ഇത് തന്നെയാണ്. പി.എ. ആൻ്റണി അങ്ങനെ ഒരു പറയുന്നൊരു നമ്മുടെ തന്നെ ഒരു പാർട്ടി എഴുതിയതാണ്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായോ? യെസ്. അപ്പോൾ മേരി മാഗ്ദലൻ ഈശോയെ ആഴമായി സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് എന്ന് കരുതി അത് ഒരിക്കലും ഒരു കാമുക ബന്ധമൊന്നും അല്ല അത്. ഓക്കെ, ഉത്തിതനായ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ മറിയം വിളിക്കുന്നത് എൻ്റെ പ്രാണപ്രിയ എന്നൊന്നുമല്ല. എന്താ വിളിക്കണേ? റബോനി, മൈ ലോഡ്. ടീച്ചർമാരെ അഭിസംബോധന ചെയ്യുന്നതാണ്, റബ്ബിമാരെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനെയൊക്കെ വേറെ രീതിയിൽ അവതരിപ്പിച്ച് കാശുണ്ടാക്കാനുള്ള പണികളാണ് ഇതെല്ലാം. ഓക്കെ, ഇത് പലരും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന നിക്കോസ് കസാന്തസാക്കിസ് എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ്, കേട്ടിട്ടുണ്ടാവും. അയാൾ എഴുതിയിട്ടുണ്ട്, അത് സിനിമയാക്കിയിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് പറയാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊന്നും അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതിനൊന്നും അടിസ്ഥാനമില്ലെന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചാൽ അവർക്ക് അറിയാം. പഠിക്കാത്തവർ ഇതുപോലെ ഓരോന്ന് എഴുതിയിട്ട് കാശുണ്ടാക്കാൻ എളുപ്പ വഴിയാണ്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്നൊന്ന് വായിക്കാൻ എല്ലാവർക്കും തോന്നും, എന്നാൽ സിനിമയൊന്ന് കാണാമെന്ന് തോന്നും അല്ലേ? കാശ് കുറേ ഉണ്ടാക്കിയ ആര്? ഡാൻ ബ്രൗൺ. അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരു നോവൽ എഴുതി, അതിന് നിങ്ങൾ എന്തിനാ അതൊക്കെ വിശ്വസിക്കണമെന്ന് അയാൾ തന്നെ ചോദിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അപ്പോക്രിഫിയെ പലരും കോട്ട് ചെയ്യുന്നുണ്ട്. അത് പറയാൻ വേണ്ടി സാറ് ചോദിച്ചോട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോക്രിഫിയെ പലരും കോട്ട് ചെയ്യുന്നുണ്ട്, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിലെ നന്മയായ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ക്ലിയർ? യെസ്. ഇനി നമ്മൾ ബൈബിളിലേക്ക് വരികയാണ്. ഉറങ്ങരുത്, ആരും ഉറങ്ങരുത്, ഉറങ്ങാൻ പാടില്ല. ഓക്കെ, ഈശോയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ ഏതാണ്? ബൈബിള് തന്നെയാണ്, അപ്പോക്രിഫി ഒന്നുമല്ല. ബൈബിളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? പുതിയ നിയമമാണ്. പുതിയ നിയമത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? സുവിശേഷങ്ങളാണ്. ഇത്രയും ക്ലിയറാണ്? യെസ്. എത്ര സുവിശേഷങ്ങളുണ്ട്? 4 സുവിശേഷങ്ങളുണ്ട്. ഇതിലേതാണ് നമ്മൾ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്? സിനോപ്റ്റിക് ഗോസ്പൽസ്, മത്തായി, മാർക്കോസ്, ലൂക്ക. എന്തുകൊണ്ടാണ് അവയെ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്? പാരലൽ പ്രസൻറ്റേഷനാണ്. എല്ലാ കാര്യങ്ങളല്ല, കൂടുതൽ കാര്യങ്ങളും, മെജോറിറ്റി കാര്യങ്ങളും. ഓക്കെ, അതുകൊണ്ടാണ് ഒരേ സംഭവം തന്നെ 3 സുവിശേഷങ്ങൾ കുറേ അധികം കാണാൻ സാധിക്കും. എല്ലാം അല്ല, കുറേയൊക്കെ. പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം. ഇങ്ങനെ 4 സുവിശേഷങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് സമയം നിങ്ങളോട് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. അത് സുവിശേഷങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചാണ്. സുവിശേഷങ്ങളുടെ രൂപീകരണം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓരോ വിഷയമായിട്ട് തുടങ്ങും. ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ പോലെ പറയണതല്ല. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, ചരിത്ര രേഖകൾ പറഞ്ഞു. ചരിത്ര രേഖകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുവിശേഷങ്ങൾ. സുവിശേഷങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? ഓക്കെ, 3 സ്റ്റേജസ് ഉണ്ട്, 3 ഘട്ടങ്ങളുണ്ട് സുവിശേഷങ്ങളുടെ രൂപീകരണത്തിന്. 3 stages ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ ഗോസ്പൽസ്. 3 ഘട്ടങ്ങൾ. 1, ഈശോയുടെ ജീവിത കാലഘട്ടം. എത്ര വർഷം ഈശോ ജീവിച്ചു? 33 വർഷം. ഇപ്പോൾ ഒരാളുടെ ചരിത്രം നമ്മൾ എഴുതുമ്പോൾ ആദ്യം ചോദിക്കുക അയാളുടെ ജീവിത കാലഘട്ടം തന്നെയാണ് അല്ലേ? നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? അയാൾ എത്ര വർഷം ജീവിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഞാനത് എന്താണ് ഈശോയുടെ ജീവിതം, ലൈഫ് ഓഫ് ജീസസ്. ഫസ്റ്റ് സ്റ്റേജ്
ഈശോയുടെ ജീവിത കാലഘട്ടത്തിൽ ഈശോയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല, നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഈശോയെ കുറിച്ച് പുസ്തകമൊന്നും എഴുതിയിട്ടില്ല. ക്ലിയർ ആണ്? അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കൊന്നുമില്ല. പലപ്പോഴും സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ചിന്ത എന്താണെന്നറിയാമോ? കർത്താവ് പറയുമ്പോൾ എല്ലാവരും ഇതൊക്കെ നോട്ട് ചെയ്ത് പോയിൻ്റായിട്ട് എഴുതി അത് പബ്ലിഷ് ചെയ്തു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, അതാദ്യം മനസ്സിലാക്കണം. മനസ്സിലായോ? ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട് അല്ലേ? അതുപോലെ അല്ല സുവിശേഷം എഴുതിയത്. കാരണം എന്താ? കാരണം ഇന്നുള്ളത് പോലെയല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുത്ത് എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പേനയും പേപ്പറൊന്നുമില്ല, കമ്പ്യൂട്ടറും പ്രിൻ്ററൊന്നുമില്ല. എഴുതിയിരുന്നത് തുകലിലാണ്, അല്ലെങ്കിൽ ചില ചെടികളുടെ വലിയ ഇലകളിലാണ്. ഓക്കെ, പപ്പീറസ്. അല്ലെങ്കിൽ എഴുതിയിരുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചില ലോഹങ്ങളിൽ ചിലപ്പോൾ ചിലത് കൊത്തി വെച്ചിരുന്നു. എഴുത്ത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല അന്ന്. എഴുത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, എളുപ്പമുള്ള കാര്യമല്ല. ക്ലിയർ ആണ്? യെസ്. അപ്പോൾ ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ഈശോ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ ആരും എഴുതി വെച്ചിട്ടില്ല. ഫസ്റ്റ് സ്റ്റേജ് തീർന്നില്ലേ? രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? രണ്ടാമത്തെ സ്റ്റേജ് പ്രഘോഷണത്തിൻ്റെ കാലഘട്ടമാണ്. കെരിഗ്മ എന്ന് പറയും. കെരിഗ്മ വാക്ക് കേട്ടിട്ടുണ്ടോ? കെരിഗ്മ, പ്രഘോഷണം. ഈശോ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഈശോ എന്താണ് പറഞ്ഞത്? നിങ്ങൾ വേഗം പോയി എല്ലാം എഴുതി വെക്കുന്നതാണോ പറഞ്ഞത്? എന്താണ് ഈശോ പറഞ്ഞത്? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അതനുസരിച്ച് ശിഷ്യന്മാർ പ്രസംഗിക്കാൻ തുടങ്ങി. ആരാണ് ആദ്യം പ്രസംഗിച്ചത്? പത്രോസ്ലീഹ. എന്നാണ് പ്രസംഗിച്ചത്? പെന്തക്കോസ്താ തിരുനാളിൽ. എത്ര പേര് മാനസാന്തരപ്പെട്ടു? 3000-ഓളം പേര്. അപ്പം ആദ്യത്തെ ക്രിസ്തീയ സമൂഹം അങ്ങനെ രൂപം കൊണ്ടു. ക്ലിയർ ആണ്? അപ്പോൾ ഉടനെ അവർ വേഗം പുസ്തകമാക്കുകയാണ് ചെയ്തതൊക്കെ? അല്ല, അവർ പ്രസംഗിക്കാൻ തുടങ്ങി. ആദ്യത്തെ കേന്ദ്രം സഭ തുടങ്ങിയത് എവിടെയാണ്? ജെറുസലേമിൽ. ആദ്യത്തെ സഭ ജെറുസലേം സഭയാണ്, റോമൊന്നും അല്ല. മനസ്സിലായോ? പാലയൂരൊന്നല്ല, കൊടുങ്ങല്ലൂരൊന്നല്ല. ആദ്യത്തെ സഭ ജെറുസലേം. ഓക്കെ. അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കും അവർ പ്രസംഗിക്കാൻ പോയി. അന്ത്യോക്യ അടുത്തൊരു പ്രധാനപ്പെട്ട സെന്ററാണ് അന്ത്യോക്യ. ഓക്കെ. റോമൻ സാമ്രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് അവർ പ്രസംഗിക്കാൻ പോയി. ക്ലിയർ ആണോ? യെസ്. പ്രസംഗിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും കുറേ പേര് വിശ്വസിക്കും, കുറേ പേർക്ക് മാമോദിസം മുക്കും. മാമോദിസം മുക്കി അവരൊരു സമൂഹമാകും. സമൂഹമായി കഴിയുമ്പോൾ പിന്നെ എന്തുണ്ടാവും? കുർബാനാർപ്പണം ഉണ്ടാവും. മനസ്സിലാക്കണം, കുർബാനാർപ്പണം ഉണ്ടാവും, കൂട്ടായ്മയുണ്ടാവും. അപ്പം മുറിക്കലാണ് കുർബാനയുടെ മറ്റൊരു പേര്. അപ്പസ്തോല പ്രവർത്തനം 2:42. എടുത്തേ ആ വചനം. എടുത്താൽ മാത്രം പോരാ, അതെല്ലാവരും മനപ്പാഠം പഠിക്കണം. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവം പങ്കുചേർന്നു. ഒന്ന് എടുത്ത് വായിച്ച ഒരാൾ ഉറക്കെ വായിച്ച്. ഇത് ബൈഹാർട്ട് പഠിക്കണം നിങ്ങളെല്ലാവരും. പ്രധാനപ്പെട്ട ടെക്സ്റ്റാണ്. എന്തായിരുന്നു ആദിമസഭയുടെ ജീവിത ശൈലി എന്നാണ് പറയുന്നത്? എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് ആദിമസഭയിൽ? അപ്പസ്തോലന്മാരുടെ പ്രബോധനം. അപ്പസ്തോലന്മാർ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് പോയി ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഓക്കെ. അങ്ങനെ പ്രസംഗിച്ച് കുറേ നേരം പ്രസംഗം നീണ്ടുപോയപ്പോൾ ഒരാൾ ഉറങ്ങി വീണ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ. എവിടെയാണ്? ഏത് അധ്യായത്തിൽ? അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായത്തിലാണത്. പിന്നെ വായിച്ചാൽ മതി. പൗലോസ്ലീഹ ഇങ്ങനെ പ്രസംഗിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങി വീണു, മരിച്ചു. അപ്പോൾ പള്ളിയിൽ പ്രസംഗം പറയുമ്പോൾ ഉറങ്ങുന്നത് അപ്പസ്തോലന്മാരുടെ കാലം തൊട്ടുണ്ട്. അത് പറയാനാണ്. കുറേ നേരം പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഉറങ്ങും. അപ്പസ്തോലൻ പ്രസംഗിച്ചിട്ട് പോലും ഉറങ്ങി. പിന്നെയാണ് അച്ഛന്മാർ പ്രസംഗിക്കുക ഉറങ്ങാതിരിക്കുന്നത്. അതുകൊണ്ട് അധികം നേരം പ്രസംഗിക്കാതിരിക്കുക.
ഈ ക്ലാസ്സിനും ആ പ്രശ്നമുണ്ട്. കുറേ നേരം ക്ലാസ് ഒരാളുടെ മുഖം സ്വരം ഇങ്ങനെ കുറേ നേരം കേൾക്കും കാണുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും. അത് കുറ്റമൊന്നുമല്ല. ഉറങ്ങി വീണ് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്തമില്ല, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പൗലോസിലേക്ക് അത്ഭുതം ചെയ്ത് രക്ഷിക്കാൻ സാധിച്ചു അല്ലേ? എനിക്ക് ഒരു അത്ഭുതം ചെയ്യാനും കഴിവില്ല. ഉറങ്ങി വീണ അവിടെ കിടക്കും. അതുകൊണ്ട് ഉറങ്ങി വീഴരുത്. കാര്യം മനസ്സിലായേ? എന്താണ് അപ്പം മുറിക്കല്? കുർബാന. പിന്നെന്താണ് ഉണ്ടായിരുന്നത്? കൂട്ടായ്മ. 42 മുമ്പുള്ള വചനങ്ങളിലെ കൂട്ടായ്മ എന്താന്ന് പറയണ്ട? അവർ സ്വത്തെല്ലാം പൊതുവായി കരുതി പങ്കുവച്ചു. ഓക്കെ. പിന്നെ പ്രാർത്ഥന, ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിച്ചു. അപ്പൊ കുർബാന, അപ്പം മുറിക്കൽ എന്ന് പറയുന്ന കുർബാനയുടെ മറ്റൊരു വാക്കാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, പുതിയ നിയമത്തിലെ ഏതെങ്കിലും പുസ്തകം എഴുതപ്പെടുന്നതിന് മുമ്പ് എന്തുണ്ട്? കുർബാനയുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? കുർബാനയുടെ പ്രാധാന്യം മനസ്സിലായോ? പുതിയ നിയമത്തിലെ ഏതെങ്കിലും പുസ്തകം എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ കുർബാന അർപ്പണം സഭയിൽ ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് കുർബാന അർപ്പിച്ചിരുന്നത്? ഭവനങ്ങളിലായിരുന്നു. പള്ളിയൊന്നുമില്ല. പള്ളിയൊക്കെ 4-ാം നൂറ്റാണ്ട് മുതലേ പള്ളിയുള്ളൂ. അപ്പൊ ഇവര് ഭവനങ്ങളിലാണ്. ഭവനങ്ങളിൽ തന്നെ ഒരു പ്രത്യേക റൂം അവർ സജ്ജാക്കിയിരുന്നു, അപ്പർ റൂം. ഓക്കെ, മനസ്സിലായല്ലോ? അവിടെ അവർ ഒരുമിച്ച് കൂടി കുർബാന അർപ്പിക്കും. അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായം പിന്നെ വായിച്ചാൽ മതി. അതിൽ അങ്ങനത്തെ ഒരു കുർബാന അർപ്പണത്തെ കുറിച്ചാണ് പറയുന്നത്. 20-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വചനങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രഘോഷണത്തിന്റെ കാലഘട്ടത്തിൽ ആരും ഒന്നും എഴുതിയിട്ടില്ല. സുവിശേഷങ്ങളൊന്നും ആരും അപ്പോഴും എഴുതിയിട്ടില്ല. എന്താണ് ചെയ്തിരുന്നത്? അപ്പോൾ ശിഷ്യന്മാർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയി സുവിശേഷം പ്രസംഗിച്ച് ഇങ്ങനെ നടക്കും. കുറേ പേര് മാമോസം വെക്കും, ഏതെങ്കിലും ഒരാളെ പിടിച്ച് മെത്രാനാക്കും, ആ സമൂഹത്തിൻ്റെ അധ്യക്ഷനാക്കിയിട്ട് അവർ പോവും. തിമോത്തിയോസ് മെത്രാന്മാരാ, പൗലോസ്ലീഹ വാഴിച്ചവരാണ്. മനസ്സിലായോ? യെസ്. അവർക്കൊക്കെ കത്തുകൾ എഴുതുന്നതാണ് ഈ ലേഖനങ്ങൾ. അപ്പൊ പൗലോസ്ലീഹ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്തിരുന്നു? പൗലോസ്ലീഹ പഴയ സ്ഥലത്തേക്ക് കത്ത് എഴുതും. എന്തെഴുതും? കത്ത്. എന്നിട്ട് പറയും, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? എനിക്ക് സുഖമായിട്ടിരിക്കണു. നിങ്ങളുടെ ഇടയിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് കേട്ടല്ലോ. നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടല്ലോ. നിങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടല്ലോ. ഞാൻ ഇനി അതിനൊക്കെ മറുപടി പറയാം. നിങ്ങൾ വായിച്ചു നോക്ക് ലേഖനങ്ങൾ പറയുന്ന അതാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നതിന് മുൻപ് പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ എല്ലാം തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. ക്ലിയർ ആണോ? യെസ്. ഒന്നാണെന്നൊക്കെ പറഞ്ഞ് ഉറക്കം പോട്ടെ. ക്ലിയർ ആണ്? യെസ്. സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പ് പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഏതാണ്? തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. AD 52. അതാണ് ആദ്യത്തെ പുസ്തകം. പഠിപ്പിച്ചതാണ് അല്ലേ? സുവിശേഷമല്ല. മനസ്സിലായോ? യെസ്. അപ്പൊ സെക്കൻഡ് സ്റ്റേജിൽ സംഭവിച്ചത് പ്രഘോഷണം, അത് ഫലമായി ക്രിസ്തീയ സമൂഹങ്ങൾ, അതിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തീയ ജീവിതം, അതിനുശേഷം ലേഖനങ്ങൾ എഴുതപ്പെട്ടു. ക്ലിയർ ആണോ? യെസ്. മൂന്നാമത്തെ ഒരു സ്റ്റേജിലാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത്. ഈശോ മരിച്ചു ഉയർത്തെഴുന്നേറ്റത് AD 30 കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് ആദ്യത്തെ 52 ലേഖനം എഴുതാൻ തുടങ്ങി. മനസ്സിലായല്ലോ? ആദ്യത്തെ സുവിശേഷം ആദ്യം എഴുതപ്പെട്ടത് മാർക്കോസിന്റെ സുവിശേഷം. ഏത് വർഷമാണ്? 65. എന്ന് പറഞ്ഞാൽ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് 35 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. പക്ഷേ ഈ 35 വർഷവും എന്തുണ്ടായിരുന്നു? സഭയുടെ ജീവിതം ഉണ്ടായിരുന്നു, കുർബാന ഉണ്ടായിരുന്നു, കൂദാശകൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഓ. 65 ആദ്യത്തെ സുവിശേഷം എഴുതി. അപ്പോൾ സുവിശേഷങ്ങൾ പിന്നീട് എഴുതപ്പെട്ടതാണ്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം. അപ്പോൾ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം കുർബാനയെ കുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും സുവിശേഷത്തിൽ എന്താ പറയണത് നമ്മൾ പഠിക്കും.
പക്ഷേ അതിനു മുമ്പ് എഴുതപ്പെട്ടത് ഏതാ? പൗലോസ്ലിഹായുടെ ലേഖനങ്ങളാണ്. അപ്പോൾ പൗലോസ്ലിഹ എന്താ പറയണമെന്ന് പഠിക്കും ആദ്യം, കാരണം അതാണ് ആദ്യം എഴുതപ്പെട്ടത്. പിന്നെ തീർച്ചയായിട്ടും സുവിശേഷങ്ങളും പഠിക്കും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബൈബിൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ക്രമം വെച്ചിരിക്കുന്നത് കാലഘട്ടം അനുസരിച്ചല്ല. അപ്പോൾ നമ്മൾ ഒരു വിചാരമുണ്ട്, മത്തായിയുടെ സുവിശേഷം ആദ്യം ഇരിക്കണം കാരണം ആദ്യം എഴുതിയത് അതാന്ന് വിചാരിക്കണം. അല്ല, ആദ്യം എഴുതിയിരിക്കുന്നത് തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. സുവിശേഷങ്ങളിൽ തന്നെ ആദ്യം എഴുതിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷമാണ്. അപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡറിലല്ല ബൈബിളിൽ വെച്ചിരിക്കണേ. ക്ലിയർ ആണ്? അപ്പം മൂന്നാമത്തെ സ്റ്റേജിലാണ് സുവിശേഷങ്ങൾ എഴുതിയത്. എന്തുകൊണ്ടാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് സുവിശേഷം, എന്തുകൊണ്ടാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത്? ഇത്രയും കാലം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം എന്താ എഴുതപ്പെടാൻ കാരണം? നിങ്ങൾ പഠിച്ചല്ല കുറേ പേര് ബൈബിളൊക്കെ. ഒന്നാമത്തെ കാരണം ഒറിജിനൽ വിറ്റ്നസ്സസ്. ആദ്യമായിട്ട് ഈശോയെ കണ്ടവരും കേട്ടവരും ഒക്കെ ആരാണ്? അപ്പസ്തോലന്മാരാണ്. അവർ പലരും മരിക്കാൻ തുടങ്ങി. ഓക്കെ, അവർ മരിക്കാൻ തുടങ്ങിയതുകൊണ്ട് അവർ മരിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഇതെന്താ സത്യത്തിൽ സംഭവിച്ചെന്ന് ആരോട് ചോദിക്കാൻ പറ്റിയിരുന്നത്? അപ്പസ്തോലന്മാർ. അവർ മരിച്ചു. അവരാണ് എല്ലായിടത്തും പോയി നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. രക്തസാക്ഷികളായിട്ടാണ് മരിക്കുന്നത് അല്ലേ? അത് വേഗം എഴുതി വെച്ചില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. ഒന്നാമത്തെ കാരണം. രണ്ട്, സഭയുടെ വളർച്ച. ആദ്യം ജെറുസലേമിൽ മാത്രം ഉണ്ടായിരുന്ന സഭ പിന്നെ എല്ലായിടത്തേക്കും വളരാൻ തുടങ്ങി, ലോകമെമ്പാടും. എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ അപ്പസ്തോലന്മാർക്ക് പറ്റില്ല അല്ലേ? അപ്പോൾ അത് എഴുതുകയാണെങ്കിൽ അത് കോപ്പി എടുത്താൽ മതി, വീണ്ടും പകർത്തി എഴുതിയാൽ മതി. കോപ്പി എടുക്കുക എന്ന് പറയുമ്പോൾ ഫോട്ടോ കോപ്പി എടുക്കാമെന്നൊന്നും വിചാരിക്കരുത്, അതൊന്നുമില്ല. പകർത്തി എഴുതണം, പകർത്തി എഴുതിയാൽ മതി. തോമാസ് ശ്ലീഹ ഭാരതത്തിലേക്ക് വന്നപ്പോൾ മത്തായി ശ്ലീഹായുടെ ഒരു പകർപ്പ്, സുവിശേഷത്തിൻ്റെ ഒരു പകർപ്പുമായിട്ടാണ് വന്നതെന്നൊരു പാരമ്പര്യമുണ്ട്. തെളിവൊന്നുമില്ല, പാരമ്പര്യമുണ്ട്. എന്തായാലും സുവിശേഷങ്ങൾ എഴുതപ്പെടാൻ തുടങ്ങി. അപ്പം സഭയുടെ വളർച്ച ഒരു കാരണമാണ്. മൂന്നാമത്തെ കാരണം, വിശ്വാസികളിൽ ചിലർ ഈശോ ചെയ്യാത്ത കാര്യങ്ങൾ വരെ ചെയ്തു എന്ന് പറഞ്ഞ് കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അത് ഏത് കാലഘട്ടത്തിലും സംഭവിക്കും അല്ലേ? അപ്പോൾ ചിലരൊക്കെ കുറേ കഥകളില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ എഴുതി വെച്ചാൽ അതിന് ആധികാരികത ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? യെസ്. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ ഒരു കാര്യം തന്നെ വ്യത്യസ്ത രീതികളിൽ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നിങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 4 സുവിശേഷം എടുത്ത് ഇങ്ങനെ നിരത്തി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം തന്നെ 4 സുവിശേഷം പറയുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസം കാണാൻ സാധിക്കും. അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതപ്പെട്ടിരുന്നത്? ഈശോ ചെയ്തതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളൊക്കെ ശിഷ്യന്മാർ പ്രസംഗിച്ചു. ആ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ വാമൊഴികളായി, ഓറൽ ട്രഡീഷൻസ് ആയി സഭയിൽ നിലനിന്നു. ഓറൽ ട്രഡീഷൻസ്, അതിൻ്റെ വെളിച്ചത്തിലാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? യെസ്. അപ്പോൾ ഓറൽ ട്രഡീഷൻസിന് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണ്? പറഞ്ഞ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഇന്നത്തെ ക്ലാസ്, ഇപ്പോൾ ഇതുവരെ ക്ലാസ് എടുത്തത് എഴുതി തരാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുക. നിങ്ങൾ 50 പേരോട് എഴുതി തരാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഓക്കെ, 50 പേരും പരസ്പരം കൺസൾട്ട് ചെയ്യാതെ എഴുതി തരാൻ പറഞ്ഞാൽ എനിക്ക് 100% ഉറപ്പുണ്ട് 50 വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ ചിലർ ഞാൻ പറയാത്ത കാര്യം വരെ എഴുതും. മനസ്സിലായ? അവരുടെ മനസ്സിൽ നിന്ന് എഴുതുന്നതാണ്, അവർക്ക് ഇഷ്ടമുള്ളതാണ്ട് എഴുതുവർ. അപ്പോൾ എപ്പോഴും മനുഷ്യർ ഒരു കാര്യം കേട്ട് അത് അവതരിപ്പിക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെല്ലാവരും എഴുതുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈശോ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ വാമൊഴികളായി പ്രചരിച്ചപ്പോൾ അതിൽ പ്രസക്തമായ കാര്യങ്ങളൊക്കെ സുവിശേഷത്തിലുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അത് തികച്ചും മാനുഷികമാണ്. അതിൽ അസ്വസ്ഥപ്പെടേണ്ട കാര്യം ഇല്ല. ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഉദാഹരണം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഉദാഹരണം പറയണേക്ക് മുമ്പ് എഴുന്നേൽക്കാൻ പറയുന്നത് ഉറക്കമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നാളെ ഉച്ച വരെ ഈ സംഭവം മുന്നോട്ട് പോകണ്ടേ? വേണം. അപ്പം അതുകൊണ്ട് എഴുന്നേറ്റ്.
ഞാൻ പ്രദേശത്തിനൊക്കെ ആണെങ്കിൽ അവരെ കൊണ്ട് ചാടിപ്പിക്കാറുണ്ട്, ചാടാൻ പറയും ഞാൻ ക്ലാസ്സിൽ. നിങ്ങളോട് പറയില്ല, നിങ്ങൾക്ക് പ്രായമായി എന്ന് എനിക്കറിയാം. പ്രദേശം ഞാൻ ചാടിപ്പിക്കും, ഉറക്കം വന്ന് തുടങ്ങിയപ്പോൾ എഴുന്നേൽപ്പിക്കും, എന്നിട്ട് ചാടാൻ പറയും. ക്ലാസ്സിൽ നിന്ന് ചാടി ഉറക്കം പോകും. ഓക്കെ, നമുക്കൊന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം കേട്ടോ, പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഇരിക്കി, ഉറക്കം പോട്ടെ. ഇരിക്കി. 15 മിനിറ്റ് കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് എടുക്കും. കാപ്പി, കുറച്ച് ചൂടുള്ള കാപ്പി മുഖത്ത് ഒഴിച്ചോ കേട്ടോ, ഉറക്കം പോട്ടെ. ഓക്കെ, ആംബുലൻസ് ഉണ്ടോ അത്? ഓക്കെ, ഉറങ്ങരുത് കേട്ടോ, ഉറങ്ങാതിരിക്കണം. യെസ്, ചൂടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരേ സമയം തുടർച്ചയായിട്ട് ഇങ്ങനെ കേൾക്കല്ലേ ക്ലാസ്, അപ്പോൾ അതിൻ്റെ ഒരു മാനുഷികം ഞാൻ നിങ്ങൾ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പക്ഷേ നിങ്ങൾ തന്നെ ഇൻട്രസ്റ്റഡ് അല്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുന്നവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലാണ്ടല്ല എനിക്കറിയാം, ക്ഷീണിച്ചിട്ടാണെന്ന് എനിക്കറിയാം കേട്ടോ, ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല. പക്ഷെ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല, എഴുന്നേൽപ്പിച്ച് നിർത്തും, ഇതുപോലെ പാട്ടൊക്കെ പാടിച്ചിരുത്തുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? വാമൊഴിയായി പ്രചരിച്ച കാര്യങ്ങളാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും, അതിൽ അസ്വസ്ഥപ്പെടരുത്. ഇന്ന് നിരീശ്വരവാദികളുടെ സൈറ്റുകളിലൊക്കെ ഞാനിതെല്ലാം പോകുന്നതാണ്, കാരണം പ്രദേശത്തിന് പഠിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാനിതെല്ലാം കേൾക്കാറുണ്ട്. അവർ പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് ഇതാണ്: മത്തായിയുടെ സുവിശേഷത്തിലുള്ള പോലെയല്ലല്ലോ ലൂക്കായുടെ സുവിശേഷത്തിൽ, ഇവിടെ അങ്ങനെ പറയണം, ഇവിടെ ഇങ്ങനെ പറയണം, അപ്പോൾ അത് തുണയല്ലേ? ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നണം, ശരിയാണല്ലോ, ഇതെന്താണ് പ്രശ്നം? അങ്ങനെ ചിന്തിക്കുന്നില്ല അവർ, അതാണ് അതിൻ്റെ പ്രശ്നം. അവർ പറയണ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈശോ ഉയർത്തെഴുന്നേറ്റ് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സുവിശേഷത്തിൽ 2 മാലാഖ എന്നാണ്, വേറെ സുവിശേഷത്തിൽ 1 മാലാഖ എന്നുള്ളത്. അപ്പോൾ ഇവർ പറയാണ്, അപ്പം സത്യത്തിൽ എത്ര മാലാഖമാരുണ്ടായിരുന്നു? ചോദ്യം മനസ്സിലായി. ഇത് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനിക്ക് ടെൻഷനായി. ശരിയാണല്ലോ, ഈ അച്ഛന്മാർ കള്ളന്മാരും ഒക്കെ നുണ പറയായിരുന്നു. ഇതാണ് ഉടനടി ചിന്തിക്കണേ. എന്താണ് ഇവിടുത്തെ വിഷയം? സുവിശേഷകന്മാർ സുവിശേഷം എഴുതിയിരിക്കുന്നത് എത്ര മാലാഖയുണ്ടെന്ന് പറയാനല്ല. സുവിശേഷന്മാരുടെ പ്രധാന സന്ദേശം എന്താണ്? ഈശോ ഉയിർത്തെഴുന്നേറ്റു എന്ന് പറയാണ്. അപ്പൊ എസെൻഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, ഒരു തെറ്റും ഇവിടെ വന്നിട്ടില്ല. മൈന്യൂട്ട് ഡീറ്റെയിൽസ് പറയുമ്പോൾ 1 മാലാഖ ചിലപ്പോൾ 2 മാലാഖയായി ഉണ്ടാവും, അത് മാനുഷികമാണ്. ഞാൻ പറഞ്ഞത് അതാണ്. ഇത് എന്തുകൊണ്ട് എങ്ങനെ എഴുതിയെന്ന് മനസ്സിലാക്കണം. വാമൊഴിയായിട്ട് പ്രചരിച്ചൊരു സാധനം എഴുതി വയ്ക്കുമ്പോൾ ചിലപ്പോൾ 1 മാലാഖ എന്നുള്ളത് 2 മാലാഖയാവും. അതിൽ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. മനസ്സിലായോ പറയുന്നത്? യെസ്. ഇത് നിങ്ങൾ ആദ്യം ബോധ്യമുള്ളവരാകണം, എന്നാലാണ് നമ്മുടെ പിള്ളേരെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പിള്ളേർ ഇത് കേട്ടിട്ട്, ഞാൻ ഈ സൈറ്റുകളുടെ അടിയിൽ, ഇവരെ ടോക്കുകളുടെ അടിയിൽ പേരുകൾ കാണുമ്പോൾ കുറേ ക്രിസ്ത്യൻ നെയിംസാണ് കാണുന്നത്. അതൊരു ടെൻഷൻ കൊണ്ടാണ് അതൊക്കെ പറയുന്നത്. സാറ് പറഞ്ഞത് എത്രയോ സത്യമാണ്, ഞങ്ങളുടെ വൈദികർ ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു, ഇങ്ങനെയൊക്കെ കമൻ്റ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ പറയുന്നത്? കഷ്ടം തോന്നുന്നു നമുക്ക്. ഇത് പഠിക്കാത്തതുകൊണ്ടാണ്. ഇതിനാണ് ദൈവശാസ്ത്രം പഠിക്കണമെന്ന് പറയുന്നത്. എന്താണ് ഇവിടുത്തെ വിഷയം? നമ്മുടെ വിചാരം എന്താണ്? ഈശോ പ്രസംഗിച്ചപ്പോൾ അങ്ങനെ ഇവരെ ഉടനെ ഷോർട്ട് നോട്ട് എടുത്തു, അവൻ മലമുകളിൽ കയറി, വേഗം എഴുതി വെച്ചു. ഇന്നത്തെ മൈൻഡ് വെച്ചാൽ ചിന്തിക്കണതേ, അതല്ല സംഭവിച്ചിരിക്കുന്നത്. ക്ലിയർ? യെസ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. മോനെ, ഇതാണ് ഇതിൻ്റെ സത്യം, മനസ്സിലാക്കണം. രണ്ടാമത് അടുത്ത കാര്യം പറയുന്നത് കേട്ടോ, അത് പുറത്തൊക്കെ ചുറ്റും മുസ്ലിംസൊക്കെ ഉണ്ടോ ചുറ്റൊക്കെ? ഇല്ല, കാറിന് കല്ലെടുത്തെറിയില്ലല്ലോ. ഇല്ല. നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. എന്താണെന്നറിയാമോ? 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഈശോ എവിടെയായിരുന്നു? നമ്മുടെ പിള്ളേരെടുത്ത് ചോദിക്കും, നിങ്ങളുടെ കർത്താവ്
12 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ എവിടെയായിരുന്നു? അപ്പം നമ്മുടെ പിള്ളേർ തമ്പരാൻ്റെ കൃപയെ ബൈബിൾ വായിച്ചിട്ടില്ലല്ലോ, വായിച്ചിട്ടുണ്ടെങ്കിലും ഓർത്തിരിക്കില്ലല്ലോ. അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ കർത്താവിനെ പറഞ്ഞാൽ ഞാൻ നല്ല കലക്ക് കിട്ടും നിനക്ക്, നമ്മുടെ പിള്ളേർ ചൂടാവും. അതൊന്നും പറഞ്ഞാൽ സമ്മതിക്കില്ല, ഞങ്ങളുടെ മതത്തിൽ തൊട്ടരുത്, അങ്ങനെയൊക്കെ പറയും. അത്രേ പറയാൻ പറ്റുള്ള. സോറി, ദ ബൈബിള് അങ്ങോട്ട് എടുത്തു കൊടുക്കുകയാണ്. ദ ബൈബിള് നീ കാണിച്ചെന്നേ, എവിടെ ഇതിൽ പറയണേ? ശരിയല്ലേ? ലൂക്കായുടെ സുവിശേഷം 2:51-52 അതോടെ തീർന്നു. അതിലെന്താ പറയണേ? അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു, മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പ്രസംഗം തുടങ്ങുന്നതാണ്. 30-ാം വയസ്സിൽ പ്രസംഗം തുടങ്ങണമെന്നാണ് പിന്നെ പറയണേ. അപ്പം ഇതുവരെ ഈ കക്ഷി എവിടെ പോയി? അപ്പോഴാണ് അടുത്ത കഥ ലീഫ്ലെറ്റ് കൊടുക്കുകയാണ്. ഇത് വായിക്കി നീ, ഇപ്പം നിനക്ക് സത്യം മനസ്സിലാവും. നിങ്ങളുടെ അച്ഛന്മാരും മെത്രാന്മാരൊക്കെ നിങ്ങൾക്കിട്ട് സത്യം പറഞ്ഞിട്ടില്ല, നുണ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ അടുത്ത് സത്യം മറച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് സത്യം? കർത്താവ് ആ സമയത്ത് നാട് വിട്ടു, ഓടി രക്ഷപ്പെട്ട് എവിടെ എത്തി? ഇന്ത്യയിൽ കാശ്മീരിലെത്തി. കാശ്മീരിലെത്തിയിട്ട് അവിടെ ഒരു കാശ്മീരി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അതിൽ മക്കളുണ്ട്. എന്നിട്ട് അവിടെ ജീവിച്ച് അവിടെ മരിച്ചു. കല്ലറ ഇവിടെയുണ്ട്. ഈസ എന്ന പേരിൽ കല്ലറയുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ലവ് ജിഹാദ് അന്ന് തുടങ്ങിയതാ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ? അപ്പം നമ്മുടെ പിള്ളേര് അതിൻ്റെ ഫോട്ടോ ആണ് കാണിക്കണം, ഈ കല്ലറയുടെ ഫോട്ടോ. നീ വരണ്ട ഞങ്ങളുടെ കൂടെ കാശ്മീരിലേക്ക്, ഇപ്പോഴും ആ കല്ലറ അവിടെ ഉണ്ട്, കാണിച്ചു തരാം, ഈസ എന്ന പേരിൽ. ഓ ഭയങ്കരം കർത്താവേ, അത് ശരി, ഇതാണ് പരിപാടിയില്ലേ? ഇതാണ് നമ്മുടെ പിള്ളേർ വിചാരിക്കുന്നത്. മനസ്സിലായോ സംഭവം എവിടെ ചെന്ന് നിൽക്കണേന്ന്? അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ, അതുകൂടെ പറഞ്ഞ് ഞാൻ കാപ്പിക്ക് വിടാം കേട്ടോ, കുഴപ്പമില്ലല്ലോ? ഇല്ല. എന്തുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ ഈശോയുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് ഒന്നും കാണാത്തത്? കാര്യമായി ഒന്നും കാണുന്നില്ല. ഒന്നും കാണാനില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ലൂക്ക 2:51-52 സമ്മറി ആയിട്ട് അത് പറയുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നുള്ളതിന് ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം നമ്മൾ പറയണത്, എന്തിനാണ് ഇത് എഴുതിയത്? സുവിശേഷങ്ങൾ എഴുതിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വാചിക പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. വാചിക പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? അപ്പസ്തോലന്മാരുടെ പ്രഘോഷണത്തിൻ്റെ ഫലമായിട്ട് അല്ലേ? അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചപ്പോൾ, പ്രസംഗിച്ചപ്പോൾ അവർ കേന്ദ്ര വിഷയമായിട്ട് പറഞ്ഞത് എന്തായിരിക്കും? ഈശോ മാതാപിതാക്കൾക്ക് വിധേയനായി ആശാരിപ്പണി ചെയ്ത് ജീവിച്ചു എന്നാണോ പറയാൻ പോണേ? എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? ഈശോ ചെയ്ത അത്ഭുതങ്ങൾ, ഈശോ ചെയ്ത മഹത്തായ പ്രബോധനങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങൾ, ഈശോ സർവോപരി ഈശോ കുരിശിൽ മരിച്ചത്, അതിലും ഉപരിയായി ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തത്. ഈശോയുടെ പരസ്യ ജീവിതമാണ് അവരുടെ കേന്ദ്ര വിഷയം, പ്രത്യേകിച്ച് ഈശോയുടെ ഉത്ഥാനം. അതിൻ്റെ വെളിച്ചത്തിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. അതിൻ്റെ വെളിച്ചത്തിലല്ലേ വാമൊഴി ഉണ്ടാവുന്നത്. അതിൻ്റെ വെളിച്ചത്തിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞു കൊടുക്കണം നമ്മുടെ പിള്ളേർക്ക്. ഇത് ഒരു 1-ാമത്തെ വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ഓരോ വയസ്സിലെയും റെക്കോർഡ് എഴുതി വെച്ചിരിക്കുന്നതല്ല അത്. അപ്രമാണിക ഗ്രന്ഥങ്ങളിലില്ല, പക്ഷെ നമുക്ക് സൂചനകൾ ബൈബിളിലുണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത ഹോംവർക്കായിട്ട് ഞാൻ തരാൻ പോവാം. രഹസ്യ ജീവിതകാലത്ത് ഈശോ എവിടെയായിരുന്നു എന്നതിനുള്ള സൂചനകളാണ്, പക്ഷെ അത് പ്രധാനപ്പെട്ടതാണ്, ബൈബിളിൽ തന്നെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ കാപ്പി കഴിഞ്ഞ് വന്ന ഗ്രൂപ്പായിട്ടിരുന്ന് കണ്ടെത്ത്. ഉറക്കൊക്കെ പോട്ടെ, ഒരു ചെറിയ പണി തന്നില്ലെങ്കിൽ നിങ്ങൾ ശരിയാവില്ല. ഇത് ഞാൻ തന്നെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സൂചനകളുണ്ട്, കണ്ടുപിടിക്കും. മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു എന്നുള്ളത് കഴിഞ്ഞു, ഇനി പറയണ്ട, അത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സൂചനകൾ കണ്ടുപിടിക്കണം. അതായത് അത്ര എളുപ്പമല്ല അത്. നിങ്ങൾ ഒന്ന് ചിലപ്പോൾ ഒരു പക്ഷേ സമയം എടുക്കും അത്. അതുകൊണ്ട് ഞാനത് ഹോംവർക്കായിട്ട് തരുന്നില്ല. കാരണം അതല്ല, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും ഒരു പക്ഷേ. എന്ന് പറഞ്ഞാലേ, ഒന്നാമത്തെ കാര്യം ഈശോ പരസ്യ ജീവിതം ആരംഭിച്ച് ഈശോ പ്രസംഗിക്കാൻ തുടങ്ങി, പഠിപ്പിക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ അവർ പറയുന്ന, ജനങ്ങൾ പറയുന്ന ചില റിയാക്ഷൻസ് ഉണ്ട്, റെസ്പോൺസസ് ഉണ്ട്. എന്താണ് ജനങ്ങൾ പറയണേ? ഇവൻ തച്ചൻ്റെ മകനല്ലേ, ഇവൻ്റെ അപ്പനെയും അമ്മയും നമുക്ക് അറിഞ്ഞുകൂടെ, ഇവൻ്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഇല്ലേ, ഇവന് ഈ അറിവൊക്കെ എവിടെ നിന്ന്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കാശ്മീരി വന്ന് ചിലർ, പിന്നെ പല കഥകളാണ് കേട്ടോ, ഒരു കഥ മാത്രമാണ് കാശ്മീരി വന്നെന്ന്. ജപ്പാനിലുള്ളവർ പറയുന്ന കഥ എന്താ വെച്ചെങ്കിൽ, അവർ ജപ്പാനിൽ വന്നു എന്ന് പറയുന്നുണ്ട്, ടിബറ്റിലേക്ക് വന്നു എന്ന് പറയണവരുണ്ട്. അപ്പോൾ കഥ ഒരു കഥ മാത്രമല്ല ഉള്ളത്.
ഈശോ അങ്ങനെ പലയിടത്തും പോയി. ചിലർ പറയണ ബുദ്ധമത സന്യാസികളുടെ കീഴിൽ വലിയ അറിവ് നേടി തിരിച്ചു വന്നു എന്ന് പറയണവരുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ പോയി വന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഇവിടെ ഉള്ള ഒരാളായിട്ട് ഈശോയെ അവർ ഐഡൻറ്റിഫൈ ചെയ്യില്ല. ഇവരെന്താ പറയുക, ദേ കാശ്മീരിൽ പോയിട്ട് അറിവൊക്കെ നേടി വന്ന ആളല്ലേ ഇവൻ എന്ന് പറഞ്ഞേനെ അല്ലേ, അല്ലെങ്കിൽ ബുദ്ധമത സന്യാസികളുടെ കീഴിൽ അറിവ് നേടിയ ആളാണല്ലോ ഇവൻ എന്ന് പറഞ്ഞേനെ. അങ്ങനെയാണോ പറയണേ? അല്ല. രണ്ടാമത്തെ തെളിവ്, ഈശോ പ്രസംഗിച്ചപ്പോഴും പഠിപ്പിച്ചപ്പോഴും ഒരിക്കൽ പോലും ഇവർ പറയുന്ന ബുദ്ധമത സന്യാസികളുടെ കീഴിലോ വേദങ്ങളിൽ നിന്നോ ഒന്നും കോട്ട് ചെയ്തിട്ടില്ല. ഈശോ കോട്ട് ചെയ്തത് മുഴുവൻ എന്താണ്? പഴയ നിയമം, തോറ, ലോ ആൻഡ് ദ പ്രോഫറ്റ്സ്. മനസ്സിലായോ? പുറത്തുപോയി പഠിച്ച മറ്റുള്ളവരുടെ ലിറ്ററേച്ചർ പഠിച്ച ആളാണെങ്കിൽ കോട്ട് ചെയ്യുന്നൊക്കെ അതായാനെ, വേദങ്ങളായാനെ അല്ലെങ്കിൽ ബുദ്ധമത ഗ്രന്ഥങ്ങളായാനെ. ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല. ക്ലിയർ ആണ്? മൂന്നാമത്തെ തെളിവ്, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ തിരുവചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, പതിവ് പോലെ അവൻ സിനഗോഗിൽ പ്രവേശിച്ചു. ആസ് യൂഷ്വൽ. ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. മറ്റേതൊരു യഹൂദനെയും പോലെ ഈശോ പതിവ് പോലെ ഒരു യഹൂദനായിട്ട് തന്നെ സിനഗോഗിൽ പ്രവേശിച്ച് വചനം വായിക്കുകയും പഠിക്കുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഒരഭിപ്രായം പറയുന്നുണ്ട്. അഭിപ്രായമാണ് കേട്ടോ, അത് പഠനമായിട്ട് പ്രസംഗിക്കരുത്. എന്താണ് മാർപ്പാപ്പ പറയുന്ന ഇതാണ്, രഹസ്യ ജീവിതകാലത്ത് മാക്സിമം ഈശോ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, മറ്റ് യഹൂദ ബാലന്മാരെ പോലെ ഈശോ വേണമെങ്കിൽ എസ്സീനുകളുടെ കൂടെ പോയി വല്ലതും പഠിച്ചിട്ടുണ്ടാകാം. മാക്സിമം. ഞാൻ നേരത്തെ സ്നാപയോഹന്നാൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ ഉണ്ടാകാം. നമുക്ക് തെളിവൊന്നുമില്ല, ഒരു സാധ്യത മാക്സിമം അതുവരെ ഉണ്ടാവുള്ളൂ. അല്ലാതെ പുറത്തു പോയി എന്നുള്ളതിന് യാതൊരു തെളിവും ബൈബിളിൽ ഇല്ല. അപ്പം എന്തിനാണ് ഇവരിതൊക്കെ പറയണേ? എന്തിനാ പറയണേന്നറിയാമോ? ഈശോ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ, മുഹമ്മദ് നബിയെ പോലെ ഈശോയും വിവാഹം കഴിച്ചു എന്ന് പറയാൻ, ഈശോ വെറും ഒരു പ്രവാചകൻ മാത്രമാണെന്ന് പറയാൻ. മനസ്സിലായോ? ഇത് തന്ത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ പിള്ളേരോട്. നമ്മുടെ പിള്ളേരെ നല്ല കാറ്റഗൈസിസ് നടത്തേണ്ട കാലഘട്ടമാണ് ഇത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ പിള്ളേരെ വശീകരിക്കുന്നുണ്ട്. ഞാൻ ആ വാക്ക് പറഞ്ഞത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, പക്ഷെ സത്യം അതാണ്. ചതിക്കുഴിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ പിള്ളേരെ. നമ്മുടെ രൂപതക്കാരനായ ജസ്റ്റിൻ പള്ളിവാതിക്കൽ സാറിനോടൊക്കെ സംസാരിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അത് സത്യമാണ്. നമുക്കിത് പരസ്യമായിട്ട് പ്രസംഗിച്ചാൽ ഭയങ്കര വർഗീയത പറഞ്ഞു എന്ന് പറയും. പക്ഷേ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളത് 101% ഉറപ്പാണ്. 100 അല്ല, 1% കൂട്ടി പറയും ഞാൻ. ഉണ്ട്, സത്യം. കുറേ പിള്ളേർ ചതിച്ചിട്ടുണ്ട്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നമുക്ക് കണക്കുകളുണ്ട്, ഇത് വെറുതെ പറയുന്നല്ല. പക്ഷെ നമുക്ക് എവിടെ നിന്ന് നീതി കിട്ടുന്നില്ല. മനസ്സിലായോ പറയുന്നത്? അപ്പം നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അടർത്തി കൊണ്ടുപോകാനുള്ള മനഃപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. സത്യം. അതിന് പറ്റിയ ഒരു ആർഗ്യുമെൻ്റാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിത് നന്നായിട്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഇപ്പോൾ ബൈബിൾ എങ്ങനെ എഴുതപ്പെട്ടു എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം ഇവന്, അല്ലേ? അപ്പം അവന് മനസ്സിലാവും, ഇങ്ങനെയാണല്ലേ സംഭവം. ഇതല്ലാതെ ഇവൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ആദ്യം മുതൽ അവസാനം വരെ 1-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം എന്നുള്ള ഹിസ്റ്ററി ആണെന്ന്. അല്ല ഇത്. മനസ്സിലായോ? യെസ്. നമുക്ക് അവസാനിപ്പിക്കാം, സമയമായി. കാപ്പി പിടിച്ചിട്ട് എത്ര മിനിറ്റ് വേണം നമുക്ക്? 15 മിനിറ്റ്. അപ്പം നിങ്ങൾ നല്ല ചൂട് കാപ്പിയൊക്കെ കുടിച്ച് തണുത്ത വെള്ളം കൊണ്ട് മുഖമൊക്കെ കഴുകി ചുമ്മാ ഒന്ന് നടന്ന് മുഖമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വന്നിരിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ? യെസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. 15 മിനിറ്റ് പോരെ? 15 മിനിറ്റ് പോരെ?